അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ മാസം അവസാനത്തെ പത്താകുമ്പോൾ മക്കയിലും മദീനയിലും അതുപോലെ ഗൾഫ് രാഷ്ട്രത്തിലൊക്കെ കൂടുതലായി നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഷദ്ദ മീസറ എന്നാണ് ഹദീസിലുള്ളത്. സഹിഹ് ഹദീസിൽ ബുഖാരിയിലും മറ്റൊക്കെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ടൊന്ന് മുറുക്കി കെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഭാര്യമാരുമായുള്ള ബന്ധങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് നമസ്കാരത്തിലും ഇബാദത്തിലും മുഴുകുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ. ആ ഹദീസിനെ ആസ്പദമാക്കിയിട്ടാണ് അവസാനത്തെ പത്താകുമ്പോൾ കൂടുതലായിട്ട് മക്കയിലും മദീനയിലുമൊക്കെ നമസ്കാരം നടക്കുന്നുള്ളത്. നമുക്ക് ഏതിലൊക്കെ പ്രവേശിക്കാൻ, ഏത് നമസ്കാരത്തിലൊക്കെ കൂടാൻ സാധിക്കുന്നു അത് കഴിവിൻ്റെ പരമാവധി കടക്കുക. എല്ലാവർക്കും ഒരുപോലെ സാധിച്ചോണമെന്നില്ല. ആദ്യത്തെ 10, 11, 8 റക്അത്ത് ആദ്യം നമസ്കരിക്കുമ്പോൾ ഫ്രീ ആയവർ ഉണ്ടെങ്കിൽ ആ സമയത്ത് പ്രവേശിക്കുക. ആ സമയത്ത് ഫ്രീ ആവാത്തവർ രാത്രി നടക്കുന്ന നമസ്കാരത്തിൽ പ്രവേശിക്കുക, കടക്കുക. ഏതാണ് സൗകര്യം അതുപോലെ ചെയ്യുക. ഇനി രണ്ടും രാത്രി മുഴുവനും ഫ്രീ ആണ്, ഇബാദത്തിൽ മുഴുകാൻ തയ്യാറാണ് എങ്കിൽ ഒരു പ്രാവശ്യമേ വിത്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ വിത്ർ നിസ്കരിക്കാതിരിക്കുക. എന്നിട്ട് അവസാനത്തെ നമസ്കാരത്തിൽ വിത്റാക്കി മാറ്റുകയും ചെയ്യുക. അത് ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിൽ അത് അപ്രകാരം പള്ളിയിൽ പോയി ജമാഅത്തോടു കൂടി നിസ്കരിക്കുകയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് വേണ്ടത്. വിത്ർ ഒറ്റൊരു പ്രാവശ്യമാണ്, 2 പ്രാവശ്യമില്ല. അപ്പോൾ നമസ്കാരം എത്ര കണ്ട് രാത്രിയിൽ നമസ്കരിച്ചു കൊണ്ട് രാത്രി ഹയാത്താക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് ഹയാത്താക്കുക, പ്രത്യേകിച്ച് അവസാനത്തെ 10 എന്നതാണ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഇവിടെ നമസ്കാരം നടക്കുന്നത് രാത്രിയെ ഹയാത്താക്കുക എന്ന റസൂലുള്ളാഹി ചെയ്തതായ ആ പ്രക്രിയയെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. ഓരോരുത്തർക്കും ഏത് സമയത്ത് ഫ്രീ ആകുന്നു ആ സമയത്ത് പങ്കെടുക്കുന്നു. മക്കയിലും മദീനയിലും ആദ്യം പങ്കെടുത്തവർ അവസാനം പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ വിത്ർ ഒറ്റൊരു പ്രാവശ്യമാണ്. ആദ്യം പങ്കെടുക്കുന്നവർ അവസാനം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിത്ർ അപ്പം തന്നെ നമസ്കരിക്കാവുന്നതാണ്. ഇനി വിത്ർ നിസ്കരിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ നമസ്കാരത്തിൽ ചേരുകയും എന്നിട്ട് വിത്റിൽ രണ്ടാമത്തതിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഏതായാലും ഒരു പ്രാവശ്യമാണ് വിത്ർ. അത് മനസ്സിലാക്കിയാൽ മതി. റക്അത്തിൻ്റെ എണ്ണമോ ഖിറാഅത്തിൻ്റെ വർധനമോ അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അതൊക്കെ എത്ര കണ്ട് സാധിക്കുന്നു അത്ര കണ്ട് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെയുള്ള പണ്ഡിതന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്താകുമ്പോൾ അവരെ അരക്കെട്ട് മുറുക്കി കെട്ടി എന്നതായ ഹദീസിൽ നിന്നിട്ട് മനസ്സിലാക്കിയത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.